അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ തന്നെ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യാൻ പോകുന്നതും. പുണ്യ റംലാൻ മാസം തുടങ്ങിയല്ലേ, ഇന്ന് റംദാൻ 1. അപ്പം എല്ലാവരും നോമ്പ് തുറക്കുള്ള തയ്യാറെടുപ്പിലാണല്ലോ. അതുപോലെ തന്നെ ഇവിടെയും ചെറിയ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബീഫ് കറി വെക്കാമെന്ന് ഓർത്തു, പത്തിരി മേടിക്കാമെന്ന് ഓർത്തു. ബീഫ് കറിക്ക് വേണ്ടി രാവിലെ തന്നെ ബീഫെല്ലാം മേടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴാണല്ലോ നമ്മളെല്ലാം ഉണ്ടാക്കി തുടങ്ങണത്. അപ്പോൾ സവോളയെല്ലാം പൊളിച്ച് അതെല്ലാം അരിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് അരിയണം കേട്ടോ. ഒത്തിരി സവോളയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം കല്ലിൽ തന്നെ ഇടിച്ചെടുത്താലായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇടിച്ചെടുക്കണം. എന്നിട്ടൊരു കടായിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടാകുമ്പോൾ ഉലുവയിട്ട് കൊടുക്കണം. നിങ്ങൾ കടുക് താളിക്കുമെന്ന് എനിക്കറിയില്ല, ഇവിടെ കടുക് താളിക്കാറില്ല. ഉലുവയിട്ട് കൊടുത്തിട്ട് ആ ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സവോള ഇട്ട് കൊടുക്കണം. ആ സവോള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴന്ന് വരുന്ന വരെ ബ്രൗണിഷ് നിറമാകുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അതിന് മുന്നേ ഓൾറെഡി ബീഫ് നമ്മൾ മുളക് പൊടിയും മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട്. ഈ അരപ്പ് റെഡി ആകുമ്പോഴേക്കും അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബീഫ് കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇന്ന് റംദാൻ 1 പറഞ്ഞല്ലേ, എല്ലാവരും നോമ്പ് തുറയ്ക്ക് വേണ്ടി ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയാലും അതൊന്നും ചിലപ്പോൾ നമ്മൾ കഴിക്കില്ല, വെറുതെ വേസ്റ്റ് ആക്കത്തേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തോരം അംഗമുണ്ടോ അതിനനുസരിച്ച് ഇച്ചിരി ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയുമല്ലേ. ഇവിടെ അങ്ങനെയാട്ടോ, ഒരു ഗ്ലാസ് വെള്ളവും ഈന്തപ്പഴവും കഴിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും വയറ് നിറയും. പിന്നെ അങ്ങനെ ഒന്നും കഴിക്കാനേ തോന്നില്ല. പിന്നെ ഇച്ചിരി ചൂടൊക്കെ കുറവുള്ളതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടല്ലേ, എന്നാലും നമുക്ക് എല്ലാവർക്കും ക്ഷീണം കാണും. അപ്പോൾ ബീഫ് കറി എല്ലാം റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്കിന് വേണ്ടി നമ്മൾ വലുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പഴമുണ്ട്, ചക്കപ്പഴമുണ്ട്, സമൂസയുണ്ട്, ഈന്തപ്പഴം, പിന്നെ വാഴപ്പഴം, അതൊക്കെ ഉണ്ട് കേട്ടോ. ലഘുവായിട്ടുള്ള നോമ്പ് തുറ, അതാണ് എപ്പോഴും നമുക്ക് നല്ലത്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നിരിക്കും അല്ലേ, ഞങ്ങളും വെയിറ്റ് ചെയ്യും.